നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് +1 മാത്സിലെ 4th ചാപ്റ്ററായ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ എക്സസൈസ് 4.1 ആണ്. ഈ ചാപ്റ്ററിൽ ആകെ കൂടി ഒരു എക്സസൈസ് മാത്രമേ ഉള്ളൂ. ആ എക്സസൈസാണ് ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്തൊക്കെയാണ് നമ്മൾ മുന്നേയുള്ള വീഡിയോകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ഒരു ചാപ്റ്ററാണ് ഈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ എല്ലാ ക്വസ്റ്റ്യനും പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എല്ലാ ക്വസ്റ്റ്യനും ഒരു ഫോർമാറ്റിൽ കൂടിയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു അതിൻ്റെ ആ സ്റ്റെപ്പുകൾ 3 സ്റ്റെപ്പാണ് ഇതിനുള്ളത്. അത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആരും ഈ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 + 3 + 3² + എക്സെട്രാ + 3n - 1 = 3n - 1/2 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റിനെ P of n എന്നാണ് പേര് കൊടുക്കുക. P of n = let P of n = 1 + 3 + 3² + എക്സെട്രാ + 3n - 1 = 3n - 1/2. ഈ മൈനസ് എന്നിൻ്റെ കൂടെയല്ല, വേറൊരു ടേം ആയിട്ടാണ് വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് for n = 1. ആദ്യം n = 1 ഇത് പ്രൂവ് ആണെന്ന് തെളിയിച്ചു കൊടുക്കണം. പിന്നെ n = kക്ക് ഇത് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. അത് വെച്ചിട്ട് n = k + 1 ഈ റിസൾട്ട് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ലാസ്റ്റ് നമ്മളത് ജനറലൈസ് ചെയ്യും. അപ്പോൾ for n = 1. അപ്പോൾ നമുക്ക് എന്ത് വരും? P of 1 എന്ന് പറയുന്നത് എന്താ വരിക? നമുക്ക് നോക്കാം. എന്താണ് ഇവിടെ? 3/1. അപ്പോൾ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡ് 1 തന്നെയാണ് അല്ലേ. 1 എന്ന് പറയുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് നോക്കാം. 3/1 - 1/2 = 3/1 എന്ന് പറയുന്നത് 3 തന്നെയാണ് അല്ലേ. 3 - 1/2 = 3 - 1 പറഞ്ഞത് 2. 2/2 = 1. അപ്പോൾ നമുക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡ് 1 തന്നെയാണെന്ന് കിട്ടി. അതുകൊണ്ട് എന്ത് പറയാം? വിച്ച് ഈസ് ട്രൂ അല്ലേ. നമ്മുടെ when n = 1 P of 1 ട്രൂ ആണ്. ഇനി എന്ത് ചെയ്യാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ? assume that the result is true for n = k അല്ലെങ്കിൽ P of k is true. That is P of k = എന്താ വരിക? 1 + 3 + 3² + എക്സെട്രാ + 3k - 1 കേട്ടോ. കേക്കാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ k - 1 വരെ പോവും. = 3k - 1/2 അല്ലേ. എൻ്റെ സന്തൊക്കെ നമ്മൾ k ഇട്ട് കൊടുത്തു. നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. കാരണം നമുക്കിനി k + 1 പ്രൂവ് ചെയ്യുമ്പോൾ ഈ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്യാനായിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്? we have to prove that P of k + 1 അതായത് n = k + 1 P of k + 1 is true whenever എന്താണ്? P of k is true. P of k ട്രൂ ആണെങ്കിൽ മാത്രമേ നമുക്ക് P of k + 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ P of k + 1 എന്താണെന്ന് നമുക്ക് എഴുതാമല്ലോ. എന്താ നമ്മുടെ P of k + 1 വരിക? 1 + 3 + 3² + എക്സെട്രാ + kയുടെ ടേമും കൂടി നമുക്ക് എഴുതണം കേട്ടോ. 3k - 1 പ്ലസ് അടുത്തത് എന്താ വരിക? 3k അല്ലേ. k + 1 ഇട്ട് കൊടുക്കുമ്പോൾ എന്താ വരിക? പ്ലസ് 3k = ഇത് നമുക്കിനി റൈറ്റ് സൈഡ് എഴുതാൻ പറ്റില്ല, നമ്മളിത് പ്രൂവ് ചെയ്യേണ്ടതാണ്. = അതിൽ ഇത്രയും ടേമിന് നമുക്ക് എന്ത് കൊടുക്കാം? നമ്മുടെ ഈ ഇക്വേഷൻ നമ്പർ 1 അനുസരിച്ചിട്ട് എന്തെന്ന് കൊടുക്കാം? 3k - 1/2 കൊടുക്കാം. പിന്നെ ബാക്കി ഇവിടെ എന്തുണ്ട്? പ്ലസ് 3k ഉണ്ട് അല്ലേ. പ്ലസ് 3k ഉണ്ട്. ഇനി നമുക്ക് LCM എടുത്തുകൂടെ? = ഈ 2 നമുക്കിവിടെ എടുക്കാം. ഇപ്പോൾ ഇവിടെ 3k - 1 അങ്ങനെ തന്നെ എഴുതി. പ്ലസ് ഇവിടെ 2 നമ്മൾ LCM ആയിട്ട് എടുക്കും. അപ്പോൾ 2 × 3k / 2 നമ്മുടെ LCM. ഇനി എന്ത് ചെയ്യാം? ഇതിൽ നമുക്ക് ഇവിടെ നമുക്ക് ഈ 3k എന്ത് ചെയ്യാം? ഈ 2 ടേമിൽ നിന്ന് നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം അല്ലേ. 3k. അപ്പോൾ ഈ 3k നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്ന സമയത്ത്
ഇവിടെ എന്താ ബാക്കിയുള്ളത് 1, ഇവിടെ എന്താ ബാക്കിയുള്ളത് 2 + 2. അല്ലെങ്കിൽ ഇത് മൊത്തം ആഡ് ചെയ്താലും മതി. പിന്നെ ഒരു -1 ഉണ്ട് ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 1 + 2 എത്രയാണ് 3. അപ്പോൾ ഇവിടെ 3 × 3k -1/2 ദാറ്റ്സ് ഇസ് ഈക്വൽ ടു ഇതൊരു 3യുടെ പവർ കഴിഞ്ഞാൽ അല്ലേ ഇവിടെ 3/1 ആണ് ഇതിൻ്റെ അടുത്ത്. അപ്പോൾ അതിനെ ഒരുമിച്ച് നമുക്ക് എന്ത് എഴുതാം 3k + 1 എഴുതാം അല്ലേ. 3k + 1 -1 ഡിവൈഡഡ് ബൈ 2. ഇതല്ലേ നമ്മുടെ പ്രൂഫ്. നോക്കി നോക്കിയേ k + 1 ആണ് നമ്മുടെ റിസൾട്ടിൽ വരുത്തിയിരുന്നെങ്കിൽ എന്താണ് വേണ്ടിയിരുന്നത് 3n സ്ഥാനത്ത് k + 1 -1 ഡിവൈഡഡ് ബൈ 2. അതിനല്ലേ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. എപ്പോഴും നമ്മൾ k + 1 അവിടെ ആണെങ്കിൽ k + 1 ആണെങ്കിൽ ആ റിസൾട്ടിൽ എന്ത് വരും എന്നുള്ളത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ നമുക്കിവിടെ കിട്ടി. അപ്പോൾ എന്ത് പറയാം therefore p of k + 1 is true. എപ്പോൾ whenever p of k is true. p of k true ആണെങ്കിൽ മാത്രമാണ് p of k + 1 true എന്ന് പറയാൻ പറ്റുള്ളൂ. അത് നമ്മൾ ഒരുമിച്ച് എഴുതണം. Hence, by the principle of mathematical induction, ഈ സ്റ്റെപ്പൊക്കെ അതേപോലെ നമ്മൾ എഴുതുന്നുണ്ട്. നമുക്ക് അധികം പ്രൂഫ് ചെയ്യാനില്ലെങ്കിലും സ്റ്റെപ്പുകളെല്ലാം നമ്മൾ അതേപോലെ എഴുതണം. അപ്പോൾ ആദ്യത്തെ ഒരു പ്രോബ്ലത്തിൽ ഞാൻ എല്ലാ സ്റ്റെപ്പും എഴുതി കാണിക്കുന്നുണ്ട്. Hence, from the principle of mathematical induction, എന്ത് പറയാം the statement is true for the result is the statement is true for all natural numbers n എന്ന് പറയുന്ന എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ഈ ഒരു റിസൾട്ട് ട്രൂ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു ക്വസ്റ്റ്യനിൽ എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽഡായിട്ട് എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ ഞാൻ ഇത്രയും എഴുതിയില്ല. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് ഇത്രയും ഫുൾ എഴുതണം. വളരെ ഈസിയാണല്ലേ. ആ k + 1 ഒരു പ്രൂഫ് മാത്രം നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1³ + 2³ + 3³ + etc. + n³ is equal to n × n + 1/2 the whole square എന്ന് നമുക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കണം. ഇതിനു വേണ്ടി ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ p of n എന്ന് പറഞ്ഞിട്ട് എഴുതുക കേട്ടോ. p of n is equal to നമ്മുടെ 1³ + etc. + n³. അപ്പോൾ മുഴുവനൊന്നും എഴുതണില്ല, നിങ്ങളത് മുഴുവൻ എഴുതണം. n × n + 1/2 the whole square എന്ന് പറഞ്ഞിട്ട് എഴുതുക. പിന്നെ നമ്മൾ for n is equal to 1 നമ്മുടെ p of 1 എന്താണെന്ന് എഴുതുക. p of 1 എന്ത് വരും ഇവിടെ n-ൻ്റെ സ്ഥാനത്തൊക്കെ നമ്മൾ 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 × 1 + 1 ഡിവൈഡഡ് ബൈ 2 the whole square is equal to 1 × 1 + 1 എത്രയാണ് 2/2. അപ്പോൾ ഈ 2 ക്യാൻസലായി പോവും. ഹോൾ സ്ക്വയർ അതായത് എന്ത് വന്നു 1 സ്ക്വയർ എന്ന് കിട്ടി. 1 സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് 1 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് 1³ തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലത്തെ 1³. ഇനി നമുക്ക് എന്താ ചെയ്യണം assume that എന്താണ് p of k is true. അതായത് when n is equal to 1 p of k is true. എന്താണ് ദാറ്റ് ഈസ് നമ്മുടെ p of k എന്താ വരിക p of k എന്ത് വരും 1³ + 2³ + etc. + k³ is equal to n-ൻ്റെ സ്ഥാനത്തൊക്കെ k × k + 1 ഡിവൈഡഡ് ബൈ 2 the whole square. ഇക്വേഷൻ നമ്പർ 1 ഇത് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം we have to prove എന്താണ് p of k + 1 is true whenever ബാക്കി നിങ്ങൾ എഴുതണം എന്താണ് whenever p of k is true. p of k true ആണെങ്കിൽ മാത്രം ആണ്. എന്താണ് നമ്മുടെ p of k + 1 വരിക അത് നമുക്ക് എഴുതി കൊടുക്കാം. എന്താ വരിക 1³ + 2³ + 3³ + etc. ആ kയുടെ ടേമും കൂടി നമ്മൾ എഴുതണം കേട്ടോ. k³ വരെ എഴുതിയിട്ട് പ്ലസ് ഇനി k + 1 എന്താ k + 1³ is equal to എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ k വരെയുള്ള ടേമിനെ നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 അനുസരിച്ചിട്ട് എന്ത് കൊടുക്കാം k × k + 1 ഡിവൈഡഡ് ബൈ 2 the whole square. പിന്നെ ബാക്കി എന്തുണ്ട് ഇവിടെ പ്ലസ് k + 1 the cube. ഇനി നമുക്കിവിടെ LCM എടുക്കാം അല്ലേ. അതിന് മുമ്പ് നമുക്കിവിടെ ഒരു സ്ക്വയർ ആയതുകൊണ്ട് ആ സ്ക്വയർ ഒന്ന് മാറ്റാം. k² × k + 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 അല്ലേ. സ്ക്വയർ എല്ലാ ടേമിനും കൊടുത്തു പ്ലസ് k + 1 the whole cube. ഇനി നമുക്ക് LCM എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ 4 കിട്ടി. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ തെറ്റിയിട്ട് 2 വെച്ചിട്ട് LCM എടുക്കും. അപ്പോൾ നമ്മുടെ ഇവിടെ 4 ആണ് നമ്മുടെ ഡിനോമിനേറ്റർ വരിക. ഈ ടേം അതുപോലെ തന്നെ k² × k + 1 സ്ക്വയർ പ്ലസ് ഇവിടെ ഈ ടേമിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 4 ×
k plus 1q is equal to നോക്കിയേ ഈ ടേമിലും k plus 1 സ്ക്വയർ കോമൺ ആയിട്ടുണ്ട് അല്ലേ അപ്പോൾ k plus 1 സ്ക്വയർ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം ഇവിടെ ബാക്കി എന്തുണ്ട് k സ്ക്വയർ ഉണ്ട് ഇവിടെ ബാക്കി എന്തുണ്ട് പ്ലസ് 4 ഇൻറ്റു k plus 1 ഒരു k plus 1 കൂടി ഇവിടെ ഉണ്ട് ഡിവൈഡഡ് ബൈ 4 is equal to ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇനി നമുക്കിവിടെ ഈ ബ്രാക്കറ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം k plus 1 the whole square into k square plus 4k plus 1 അല്ല 4k plus 4 4നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 ഡിവൈഡഡ് ബൈ 4 is equal to k plus 1 the whole square into ഇതെന്ന് പറയുന്നത് എന്താണ് k plus 2 the whole square അല്ലേ k square plus 4k plus 4 എന്ന് പറയുന്നത് k plus 2 whole squareൻ്റെ എക്സ്പ്ലനേഷൻ അല്ലേ ഡിവൈഡഡ് ബൈ 4 ഇതിന് നമുക്ക് ഇനി സ്ക്വയർ ഒക്കെ ഒരുമിച്ച് എഴുതിയിട്ട് എന്ത് എഴുതാം k plus 1 ഇൻറ്റു k plus 2 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ അല്ലേ സ്ക്വയർ നമ്മൾ ഒരുമിച്ച് എഴുതി k plus 1 ഇൻറ്റു k plus 2 ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ അപ്പോൾ ഇതെന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും കൂടി എഴുതാം എങ്ങനെ k plus 1 ഇൻറ്റു k plus 2നെ എങ്ങനെ എഴുതാം k plus 1 plus 1 ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് എഴുതാം നമ്മുടെ റിസൾട്ട് നോക്കിയേ n ഇൻറ്റു n പ്ലസ് 1 n അതിൻ്റെ നെക്സ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ അപ്പോൾ ഇവിടെ k പ്ലസ് 1 പിന്നെ അതിൻ്റെ നെക്സ്റ്റ് ടേം k പ്ലസ് 1 പ്ലസ് 1 അല്ല n പ്ലസ് 1 അപ്പോൾ ആ ഒരു രീതിയിൽ എഴുതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല k പ്ലസ് 2 എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ടേമാണ് ബൈ 2 ദ ഹോൾ സ്ക്വയർ അപ്പോൾ നമ്മളിവിടെ p ഓഫ് k പ്ലസ് 1 ഇവിടെ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു ഇവിടെ എന്താണ് p ഓഫ് k പ്ലസ് 1 ഈസ് ട്രൂ Therefore, ഇപ്പോൾ നമ്മുടെ ബാക്കി ഡയലോഗ് എന്താണ് ഹെൻസ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് n അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിതൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ചിലതിൽ മാത്രമാണ് നമ്മൾ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ കൊടുക്കേണ്ടി വരുള്ളൂ പക്ഷേ ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ എല്ലാം പ്രൂവ് ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം 1 plus 1 by 1 plus 2 plus 1 by 1 plus 2 plus 3 plus etc plus 1 by 1 plus 2 plus 3 plus etc plus n is equal to 2n by n plus 1 അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ p of n എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നില്ല നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം p of n എന്ന് പറഞ്ഞിട്ട് കൊടുത്തു ഇനി for n is equal to 1 n equal to 1 എന്താണ് p of 1 is equal to നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റിലെ ഒരു ഇത് മാറ്റാനുണ്ട് അതായത് നമ്മുടെ ലാസ്റ്റ് ടൈം അപ്പോൾ ഒന്ന് എഴുതാം p of n 1 plus 1 by 1 plus 2 plus etc plus ഈ ലാസ്റ്റ് ടൈം നോക്കിയേ 1 plus 2 plus 3 plus etc plus n അതായത് 1 മുതൽ n വരെയുള്ള നമ്പറുകളുടെ സമ്മ് നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഫോർമുല n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 അപ്പോൾ ഈ 2 മുകളിലേക്ക് പോകും അപ്പോൾ ഈ ലാസ്റ്റ് ടൈം നമുക്ക് എങ്ങനെ എഴുതാം ഈ ലാസ്റ്റ് ടൈമിന് പകരം 2 ബൈ n ഇൻറ്റു n പ്ലസ് 1 ദാറ്റ്സ് ഈസ് ഈക്വൽ ടു 2n ഡിവൈഡഡ് ബൈ n പ്ലസ് 1 അപ്പോൾ ലാസ്റ്റ് ടൈമിൽ നമ്മൾ ഇങ്ങനെ എഴുതി നമുക്ക് അറിയുന്ന ഫോർമുലയാണ് അല്ലേ 1 മുതൽ n വരെയുള്ള നമ്പറുകളുടെ സം എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 അതുപോലെ ഡിനോമിനേറ്ററിൽ ആയതുകൊണ്ടാണ് അത് 2 ബൈ n ഇൻറ്റു n പ്ലസ് 1 എന്ന് പറഞ്ഞിട്ട് വന്നത് അപ്പോൾ ആ ടേം നമ്മൾ അങ്ങനെ കൊടുത്തു ബാക്കിയൊക്കെ സെയിം ഇനി നമ്മൾ 4n ഈസ് ഈക്വൽ ടു 1 p ഓഫ് 1 ഈസ് ഈക്വൽ ടു എന്ത് വരും നമുക്ക് കൊടുക്കാം അവിടെ 2 ഇൻറ്റു n സ്ഥാനത്ത് 1 ഡിവൈഡഡ് ബൈ n സ്ഥാനത്ത് 1 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 2 ബൈ 1 പ്ലസ് 1 എത്രയാണ് 2 ബൈ 2 എത്രയാണ് 1 നമ്മുടെ ഫസ്റ്റ് ടേം ഇവിടെ 1 അല്ലേ അപ്പോൾ ഇവിടെ വിച്ച് ഈസ് ട്രൂ അല്ലേ ഫോർ n ഈസ് ഈക്വൽ ടു 1 നമുക്ക് ട്രൂ ആണെന്ന് കിട്ടി നമ്മൾ എന്ത് ചെയ്യാണ് നമ്മൾ അടുത്തത് അസ്യൂം ചെയ്യാണ് അസ്യൂം ദാറ്റ് എന്താണ് p ഓഫ് k ഈസ് ട്രൂ അല്ലെങ്കിൽ when n ഈസ് ഈക്വൽ ടു k ദ റിസൾട്ട് ഈസ് ട്രൂ p ഓഫ് k ഈസ് ട്രൂ ദാറ്റ് ഈസ് എന്താണ് p ഓഫ് k കൊടുക്കുമ്പോൾ വരിക 1 പ്ലസ് 1 ബൈ 1 പ്ലസ് 2 പ്ലസ് 1 ബൈ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് കെയുടെ ടൈം എന്ത് വരും നമ്മുടെ ഈ ലാസ്റ്റ് ടൈം ഇങ്ങനെ കൊടുത്താൽ മതി 2 ബൈ k ഇൻറ്റു k പ്ലസ് 1 ആ ടൈം നമ്മൾ കൊടുത്താൽ മതി കേട്ടോ ഇസ് ഈക്വൽ ടു 2k ഡിവൈഡഡ് ബൈ k പ്ലസ് 1 ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞ് കൊടുക്കാം k എന്ന് പറയുന്നത് സം പോസിറ്റീവ് ഇൻറ്റിജർ ആണ് കേട്ടോ നമ്മുടെ n പോലെ തന്നെ അപ്പോൾ അതും നിങ്ങൾ എഴുതാൻ മറക്കരുത് ഈ k എന്താണെന്നുള്ളത് ഇനി നമ്മൾ ഇത് ചെയ്യണം വി ഹാവ് ടു പ്രൂവ് എന്താണ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എന്താണ് p ഓഫ് k പ്ലസ് 1 ഈസ് ട്രൂ പിന്നെ എന്ത് എഴുതണം വെൻ എവർ p ഓഫ് k ഈസ് ട്രൂ എന്നുള്ളത് നിങ്ങൾ എഴുതി ചേർക്കണം അപ്പോൾ നമുക്ക് p ഓഫ് k പ്ലസ് 1 എന്താണെന്നുള്ളത് നോക്കാം p ഓഫ് k പ്ലസ് 1 ഈസ് ഈക്വൽ ടു എന്താ വരിക
1 plus 1 by 1 plus 2 plus 1 by 1 plus 2 plus 3 plus etc. plus നമ്മുടെ കെയുടെ ടേമും കൂടി എഴുതണം 2 by k into k plus 1 plus 2 by k plus 1 into k plus 2 അല്ലേ ഈസ് ഈക്വൽ ടു നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളതാണല്ലോ ഈക്വൽ ടു ഇത്രയും വരെയുള്ള ടേമിന് നമുക്ക് എന്ത് കൊടുക്കാം ബൈ ഇക്വേഷൻ നമ്പർ 1 അനുസരിച്ച് 2k ഡിവൈഡഡ് ബൈ k പ്ലസ് 1 അല്ലേ ഇക്വേഷൻ നമ്പർ 1 അനുസരിച്ച് ഇതുവരെയുള്ള ടേമിന് നമ്മൾ 2k ഡിവൈഡഡ് ബൈ k പ്ലസ് 1 എന്ന് കൊടുത്തു പിന്നെ പ്ലസ് നമ്മുടെ ലാസ്റ്റ് ടേം അതേപോലെ തന്നെ എഴുതുക 2 ബൈ k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2 ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എൽ സി എടുക്കാൻ തോന്നുന്നുണ്ട് അല്ലേ നമ്മൾ എൽ സി എടുക്കുക k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2 നമ്മുടെ ഡിനോമിനേറ്റർ വരും ഇവിടെ എന്താ വരിക 2k ഇൻറ്റു ഇവിടെ k പ്ലസ് 1 ഓൾറെഡി ഉണ്ട് അപ്പോൾ k പ്ലസ് 2 കൊണ്ട് മാത്രം മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് ഇവിടെ രണ്ട് ടേമുള്ള കാരണം പ്ലസ് 2 അതേപോലെ തന്നെ എഴുതി ഇനി നമുക്ക് നമ്മുടെ ബ്രാക്കറ്റൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം അല്ലേ അപ്പോൾ എന്താ ബ്രാക്കറ്റ് മാറ്റി വരുമ്പോൾ നമുക്ക് 2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം ആദ്യം ഇവിടെ k ഇൻറ്റു k പ്ലസ് 2 ഇവിടെ ഒരു പ്ലസ് 1 അല്ലേ ഇവിടുത്തെ 2 പുറത്തേക്ക് എടുക്കുമ്പോൾ ബാക്കി 1 മാത്രമേ അവിടെയുള്ളൂ ഡിവൈഡഡ് ബൈ k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2 ഇസ് ഈക്വൽ ടു ഇനി നമുക്ക് ആ ബ്രാക്കറ്റ് ഒന്ന് മാറ്റി കൊടുക്കാമല്ലോ ഇവിടെ എന്താ k ഇൻറ്റു k സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു k 2k പ്ലസ് 1 ഡിവൈഡഡ് ബൈ k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2 ഇതെന്ന് പറയുന്നത് എന്താണ് 2 ഇൻറ്റു ഇതെന്ന് പറയുന്നത് എന്തിൻ്റെ ഫുൾ ഫോമാണ് k പ്ലസ് 1 ദ ഹോൾ സ്ക്വയറിൻ്റെ അല്ലേ k സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1 അപ്പോൾ അതിനെ k പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി ഡിനോമിനേറ്ററിൽ k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2 ഇനി ഒരു k പ്ലസ് 1 നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞൂടെ പിന്നെ ബാക്കി അവിടെ എന്തുണ്ട് 2 ഇൻറ്റു k പ്ലസ് 1 ഡിവൈഡഡ് ബൈ k പ്ലസ് 2 ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി 2 ഇൻറ്റു k പ്ലസ് 1 ഡിവൈഡഡ് ബൈ k പ്ലസ് 1 പ്ലസ് 1 നമ്മുടെ ആ ഫോർമാറ്റിൽ എഴുതിയെന്ന് മാത്രം നമ്മുടെ ആൻസർ വെച്ച് നോക്കിയേ എന്താ വരേണ്ടത് 2n ഡിവൈഡഡ് ബൈ n പ്ലസ് 1 നമുക്ക് ആൻസർ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം എൻ്റെ സ്ഥാനത്ത് ഇവിടെ k പ്ലസ് 1 ഡിവൈഡഡ് ബൈ n പ്ലസ് 1ൻ്റെ സ്ഥാനത്ത് k പ്ലസ് 1 പ്ലസ് 1 അല്ലേ n പ്ലസ് 1 അതാണ് k പ്ലസ് 2 എഴുതിയാലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഇവിടെ എന്താ p ഓഫ് k പ്ലസ് 1 ഇവിടെ ട്രൂ ആണെന്ന് നമുക്ക് കിട്ടി ട്രൂ അതുകൊണ്ട് hence by the principle of mathematical induction the result is true for all natural numbers n ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം എല്ലാം ഒരേപോലെ ആയ കാരണം കേട്ടോ സ്പീഡിൽ കുറച്ച് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 ഇൻറ്റു 2 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു 3 ഇൻറ്റു 4 പ്ലസ് 3 ഇൻറ്റു 4 ഇൻറ്റു 5 പ്ലസ് എക്സെട്ര പ്ലസ് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2 is equal to n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2 ഇൻറ്റു n പ്ലസ് 3 ഡിവൈഡഡ് ബൈ 4 അപ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ p ഓഫ് n എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക അത് നിങ്ങൾ എഴുതുക പിന്നെ 4n is equal to 1 4n is equal to 1 എന്താ വരിക p ഓഫ് 1 is equal to എന്ത് വരും 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 1 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 4 is equal to 1 ഇൻറ്റു 1 പ്ലസ് 1 എന്താ 2 2 ഇൻറ്റു 1 പ്ലസ് 2 3 3 ഇൻറ്റു 1 പ്ലസ് 3 4 ഡിവൈഡഡ് ബൈ 4 ഈ 4 നമുക്ക് ക്യാൻസൽ ചെയ്യാം ബാക്കി എന്താണുള്ളത് 1 ഇൻറ്റു 2 ഇൻറ്റു 3 അത് അങ്ങനെ തന്നെ എഴുതാം കാരണം നമ്മുടെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ആദ്യത്തെ ടേം എന്താ 1 ഇൻറ്റു 2 ഇൻറ്റു 3 അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട അപ്പോൾ വിച്ച് ഈസ് ട്രൂ അപ്പോൾ n ഈക്വൽ ടു 1 നമുക്ക് റിസൾട്ട് ട്രൂ ആണെന്ന് കിട്ടി ഇനി നമ്മൾ എന്ത് ചെയ്യണം അസ്യൂം ദാറ്റ് എന്താണ് p ഓഫ് k ഈസ് ട്രൂ അതായത് when n ഈസ് ഈക്വൽ ടു k ദ റിസൾട്ട് ഈസ് ട്രൂ ദാറ്റ് ഈസ് എന്താണ് p ഓഫ് k വരുന്നത് p ഓഫ് k ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 2 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു 3 ഇൻറ്റു 4 പ്ലസ് എക്സെട്ര പ്ലസ് നമ്മുടെ kയുടെ ടേം എന്താ വരിക k ഇൻറ്റു k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2 ഈസ് ഈക്വൽ ടു എന്താണ് k ഇൻറ്റു k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2 ഇൻറ്റു k പ്ലസ് 3 ഡിവൈഡഡ് ബൈ 4 ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം ഇത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളതാണ് ഇനി എന്താ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് വി ഹാവ് ടു പ്രൂവ് എന്താണ് p ഓഫ് k പ്ലസ് 1 ഈസ് ട്രൂ വെൻ എവർ ബാക്കി നിങ്ങൾ എഴുതുക എന്താണ് p ഓഫ് k ഈസ് ട്രൂ അത് എഴുതാൻ മറക്കരുത് അത് ട്രൂ ആണെങ്കിലേ നമുക്ക് p ഓഫ് k പ്ലസ് 1 ട്രൂ ആണെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ p ഓഫ് k പ്ലസ് 1 എന്താണ് നമുക്ക് എഴുതാലോ p ഓഫ് k പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 2 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു 3 ഇൻറ്റു 4 പ്ലസ് എക്സെട്ര പ്ലസ് കെയുടെ ടേം എഴുതണം k ഇൻറ്റു k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2 പ്ലസ് ഇനി k പ്ലസ് 1 വെച്ചിട്ട് എഴുതാം അപ്പം k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2 ഇൻറ്റു k പ്ലസ് 3 നെക്സ്റ്റ് 2 ടേംസ് കൂടി അല്ലേ
ഇസ് ഈക്വൽ ടു എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പം ഇതുവരെയുള്ള കെയുടെ വരെയുള്ള ടേമിനെ ഇക്വേഷൻ നമ്പർ 1 അനുസരിച്ച് നമുക്ക് എന്ത് കൊടുക്കാം, വാല്യൂ ഇട്ട് കൊടുക്കാം. കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 3 ഡിവൈഡഡ് ബൈ 4 പ്ലസ് ലാസ്റ്റ് ടേം അതേപോലെ തന്നെ എഴുതുക. കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 3 ഡിവൈഡഡ് ബൈ ഇല്ല, ഓക്കെ അത്രയേ ഉള്ളൂ. സീക്വൽ ടു നമുക്ക് ആദ്യം 4 കൊണ്ട് എൽ സി എടുക്കാം അല്ലേ. അപ്പോൾ ആദ്യത്തെ ടേം അതുപോലെ തന്നെ വരും. കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 3 പ്ലസ് 4 ഇൻറ്റു ഇവിടെ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 3 ഓൾ ഡിവൈഡഡ് ബൈ 4. ഇത് വളരെ ഈസിയാണ്. ഇതിൽ നോക്കിയാൽ കെ പ്ലസ് 1 കെ പ്ലസ് 2 കെ പ്ലസ് 3 ഒക്കെ കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് രണ്ടെണ്ണത്തിൽ നിന്നും കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 3. ബാക്കി ഇനി ഇവിടെ എന്താ ഉള്ളത്, ഇവിടെ ഒരു കെ മാത്രമേ ഉള്ളൂ, പിന്നെ പ്ലസ് ഇവിടെ ഒരു 4 മാത്രമേ ഉള്ളൂ. അപ്പോൾ കെ പ്ലസ് 4ഉം കിട്ടി ഡിവൈഡഡ് ബൈ 4. നമ്മുടെ ആൻസർ ഇവിടെ എത്തിയില്ലേ. നോക്കിയേ എൻ ഇൻറ്റു നെക്സ്റ്റ് 3 ടേമുകൾ അല്ലേ. ഇവിടെ നോക്കിയാൽ കെ പ്ലസ് 1 തുടങ്ങിയേക്കണം. നെക്സ്റ്റ് 3 ടേം കെ പ്ലസ് 2 കെ പ്ലസ് 3 കെ പ്ലസ് 4 ഡിവൈഡഡ് ബൈ 4. ഒന്നുകിൽ ഇത് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ എഴുതാം, നമുക്കിതിനെ കെ പ്ലസ് 1 ഇൻറ്റു ഇതിനെ കെ പ്ലസ് 1ൻ്റെ ടേമുകളിൽ എഴുതാം. കെ പ്ലസ് 1 പ്ലസ് 1 അതാണല്ലോ കെ പ്ലസ് 2. അതുപോലെ അടുത്തത് കെ പ്ലസ് 1 പ്ലസ് 2 കെ പ്ലസ് 3 ആയി അല്ലേ. കെ പ്ലസ് 4നെ എങ്ങനെ എഴുതാം, കെ പ്ലസ് 1 പ്ലസ് 3 അങ്ങനെ പറഞ്ഞിട്ട് വേണമെങ്കിൽ സെപ്പറേറ്റ് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ വിച്ച് ഈസ് ട്രൂ. അപ്പോൾ ഇവിടെ നമുക്ക് പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് കിട്ടി. അതുകൊണ്ട് ദെർഫോർ ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് n. ഇനി നമുക്ക് 5th ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 3 പ്ലസ് എക്സെട്ര പ്ലസ് n ഇൻറ്റു 3 റേസ് ടു n ഇസ് ഈക്വൽ ടു 2n മൈനസ് 1 ഇൻറ്റു 3 റേസ് ടു n പ്ലസ് 1 പ്ലസ് 3 ബൈ 4. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ പി ഓഫ് n എന്ന് പറഞ്ഞിട്ട് എഴുതി. ഫോർ n ഈസ് ഈക്വൽ ടു 1 നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പി ഓഫ് 1 ഈസ് ഈക്വൽ ടു എന്ത് വരും, ഇവിടെ കൊടുക്കുമ്പോൾ 2 ഇൻറ്റു 1 മൈനസ് 1 ഇൻറ്റു 3 റേസ് ടു 1 പ്ലസ് 1 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 4 എന്താണെന്ന് നോക്കാം. 2 ഇൻറ്റു 1 എന്താണ്, 2 മൈനസ് 1 ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് 3 ഡിവൈഡഡ് ബൈ 4 ഇസ് ഈക്വൽ ടു 2 മൈനസ് 1 എത്ര വരിക, 2 മൈനസ് 1 എന്ന് പറയുന്നത് 1 കഴിഞ്ഞാൽ അപ്പോൾ 1 ഇൻറ്റു 3 സ്ക്വയർ എത്രയാണ് 9 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 4 9 പ്ലസ് 3 എത്രയാണ് 12 ബൈ 4 എത്ര വരിക 3നെ നമുക്ക് എങ്ങനെ എഴുതാം 1 ഇൻറ്റു 3 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ വിച്ച് ഈസ് ട്രൂ. നമ്മുടെ ആദ്യത്തെ ടേം അതല്ലേ 1 ഇൻറ്റു 3 വിച്ച് ഈസ് ട്രൂ. ഇനി നമുക്ക് അസ്യൂം ദാറ്റ് എന്താണ് when n is equal to k the result is true അല്ലെങ്കിൽ p of k is true എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യാണ്. ദാറ്റ് ഈസ് എന്താ നമ്മുടെ p of k വരിക 1 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് k ഇൻറ്റു 3 റേസ് ടു k ഇസ് ഈക്വൽ ടു 2k മൈനസ് 1 ഇൻറ്റു 3 റേസ് ടു k പ്ലസ് 1 പ്ലസ് 3 താഴെയാണ് കേട്ടോ, ഈ പവറിൻ്റെ കൂടെയല്ല, ഡിവൈഡഡ് ബൈ 4. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇത് നമ്മൾ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്ത് വെച്ചു. ഇനി നമുക്ക് വി ഹാവ് ടു പ്രൂവ് എന്താണ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ വെനെവർ എന്താണ് പി ഓഫ് കെ ഈസ് ട്രൂ എന്ന് എഴുതി ചേർക്കണം. ഇനി പി ഓഫ് കെ പ്ലസ് 1 നമുക്ക് എഴുതാലോ. പി ഓഫ് കെ പ്ലസ് 1 ഇസ് ഈക്വൽ ടു എന്ത് വരും 1 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് കെയുടെ ടേമും കൂടി എഴുതണം. കെ ഇൻറ്റു 3 റേസ് ടു കെ പ്ലസ് കെ പ്ലസ് 1 ഇൻറ്റു 3 റേസ് ടു കെ പ്ലസ് 1 ഇസ് ഈക്വൽ ടു ഈ കെ വരെയുള്ള ടേമിന് പകരം നമുക്ക് ഇക്വേഷൻ നമ്പർ 1 അനുസരിച്ച് എന്ത് കൊടുക്കാം 2k മൈനസ് 1 ഇൻറ്റു 3 റേസ് ടു കെ പ്ലസ് 1 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 4. പിന്നെ ലാസ്റ്റ് ടേം അതുപോലെ തന്നെ എഴുതുക പ്ലസ് കെ പ്ലസ് 1 ഇൻറ്റു 3 റേസ് ടു കെ പ്ലസ് 1. ഇവിടെ ആദ്യം നമുക്ക് എൽ സി എടുക്കാം അല്ലേ. നമുക്ക് 4 എന്ന് പറയണ എൽ സിയെ നമുക്കണ്ട് കൊടുക്കാം. വെറുതെ ജസ്റ്റ് ആ ടേമിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പം 2k മൈനസ് 1 ഇൻറ്റു 3 റേസ് ടു കെ പ്ലസ് 1 പ്ലസ് 3 ഇതൊന്നും തെറ്റി പോവരുത് കേട്ടോ. പ്ലസ് 4 ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 3 റേസ് ടു കെ പ്ലസ് 1
ബൈ 4. ഇനി നോക്കിയേ, ഈ ലാസ്റ്റ് ടേമും ഫസ്റ്റ് ടേമും നമുക്കൊന്ന് നോക്കാം. നടുവിൽ കിടക്കുന്ന 3 അവിടെ നിൽക്കട്ടെ. ഇതിൽ നമുക്ക് എന്തുണ്ട്, 3k+1 കോമൺ ആയിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് ഈ രണ്ട് ടേമിൽ നമുക്ക് പുറത്തേക്ക് എഴുതാം. 3k+1 ഇൻറ്റു ബാക്കി ഇവിടെ എന്താ വരിക, 2k-1 അല്ലേ. 3k+1 എടുത്തു. പിന്നെ ഈ ടേം എഴുതണ്ട കേട്ടോ, കാരണം ഇതിൽ നിന്ന് ഈ രണ്ടെണ്ണത്തിൽ നമ്മൾ കോമൺ ആയിട്ട് എടുത്തിരിക്കണേ. ഇവിടെ എന്തുണ്ട്, +4 ഇൻറ്റു k+1 ഉണ്ട്, അതവിടെ ക്ലോസ് ചെയ്തു. പിന്നെ +3 ഇതിലില്ല, അത് നമ്മൾ സെപ്പറേറ്റ് വേറെ എഴുതി. പിന്നെ എന്താണ്, ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു, നമുക്ക് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് നോക്കാം. എന്താ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരിക, 2k-1 പ്ലസ് 4k+4 അല്ലേ, ഡിവൈഡഡ് ബൈ 4. ഇവിടെ +3 ഉണ്ട്, ഡിവൈഡഡ് ബൈ 4. ഇനി എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പോൾ 2kയും +4kയും ഉണ്ട് അല്ലേ. അപ്പോൾ എന്ത് വരും, 6k വരും. ഈക്വൽ ടു 3k+1 ഇൻറ്റു 2k + 6k -1 + 4 +3, പിന്നെ ഒരു +3 പുറത്ത് കിടക്കുന്നുണ്ട്, ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു, ഇതിൽ നിന്ന് ഈ ടേമിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കൊരു 3 പുറത്തേക്ക് എടുത്തുകൂടെ. അപ്പോൾ 3k+1 അവിടെ ഉണ്ട്, പിന്നെ ഒരു 3 കൂടി പുറത്തേക്ക് എടുത്തു. അപ്പോൾ 6kയിൽ 3 പോയാൽ 2k പ്ലസ് 3ൽ നിന്ന് 3 പോയാൽ +1, പിന്നെ ഒരു +3 അവിടെ പുറത്ത് കിടക്കുന്നുണ്ട്, ഡിവൈഡഡ് ബൈ 4. അപ്പോൾ ഈ 3യും ഈ 3k+1 കൂടി നമുക്ക് എങ്ങനെ എഴുതാം, 3k+2 എന്ന് എഴുതാം അല്ലേ. ഇൻറ്റു 2k+1 പകരം നമുക്ക് എന്ത് എഴുതാം, +2 - 1 എഴുതി കൂടെ. 2 - 1 1 തന്നെയല്ല, അപ്പോൾ ഇതിന് നമ്മൾ ഇങ്ങനെ ഒന്ന് മാറ്റി എഴുതി. പിന്നെ +3 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 3k+2 ഇൻറ്റു, ഇനി ഈ രണ്ട് ടേമിൽ നമുക്ക് 2 പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 2 ഇൻറ്റു k+1, പിന്നെ ഒരു -1 അവിടെ ഉണ്ട്, പിന്നെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഒരു +3 ഡിവൈഡഡ് ബൈ 4. നമ്മുടെ ആൻസർ എത്തിയോ നോക്കിയേ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടേം ആയിട്ട് വരിക കേട്ടോ. നോക്കാം, ഇവിടെ നോക്കിയേ 2n-1. അപ്പോൾ ഇവിടെ നോക്കിയേ 2 ഇൻറ്റു n, എന്നിൻ്റെ സ്ഥാനത്ത് ഇവിടെ k+1 -1 ഇൻറ്റു 3n+1. ഇവിടെ നോക്കിയേ ഇൻറ്റു 3k+1 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ k+2 വരും അല്ലേ, k+2. പിന്നെ ഒരു +3 അവിടെ പുറത്ത് കൊടുക്കുന്നുണ്ട്, ഇത് അവിടെ ഒരു +3 പുറത്തേക്ക് കൊടുക്കുന്നുണ്ട്, ഡിവൈഡഡ് ബൈ 4. അപ്പോൾ നമ്മുടെ റിസൾട്ട് കിട്ടിയില്ലേ. ഇവിടെ വെച്ച് നിർത്തരുത്, നമ്മൾ എന്ത് എഴുതണം, ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ n ഈസ് ഈക്വൽ ടു k+1, അല്ലെങ്കിൽ p ഓഫ് k+1 ഈസ് ട്രൂ. ഹെൻസ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് n. നമുക്ക് 6th ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1 × 2 + 2 × 3 + 3 × 4 etc. + n × n+1 is equal to n × n+1 × n+2 by 3. നമ്മുടെ 4th ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ വളരെ ഈസി ആയിട്ടാണ്. എന്താ, നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ p ഓഫ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇനി ഫോർ n is equal to 1 എന്താണ്, p ഓഫ് 1 is equal to എന്ത് വരും, 1 × 1 + 1 × 1 + 2 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ 1 × 1 + 1 എത്രയാണ്, 2 × 1 + 2 എത്രയാണ്, 3 by 3. 3യും 3യും ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എന്തുള്ളത്, 1 × 2 അങ്ങനെ തന്നെ എഴുതാം, കാരണം നമ്മുടെ ഫോർമാറ്റ് ഏതാ, അപ്പോൾ അത് ട്രൂ ആണ് അല്ലേ. അപ്പോൾ n ഈസ് ഈക്വൽ ടു 1 ദ റിസൾട്ട് ഈസ് ട്രൂ എന്ന് എഴുതുക. പിന്നെ അസ്യൂം ദാറ്റ്, എന്താണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്, അസ്യൂം ദാറ്റ് എന്താണ്, p ഓഫ് k ഈസ് ട്രൂ, അല്ലെങ്കിൽ n ഈസ് ഈക്വൽ ടു k ദ റിസൾട്ട് ഈസ് ട്രൂ. k എന്ന് പറയുന്നത് ഫോർ സം പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് കൊടുക്കണം. ദാറ്റ് ഈസ് p ഓഫ് k എന്താണ് വരിക, 1 × 2 + 2 × 3 + etc. + k into k+1 is equal to k into k+1 into k+2 divided by 3. ഇതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, we have to prove p of k+1 is true. p of k+1 is true. എന്ത് എഴുതണം, whenever p of k is true, അത് നിങ്ങൾ എഴുതി ചേർക്കുക. അപ്പോൾ p of k+1 എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് p of k+1 എന്ന് പറയുമ്പോൾ, 1 × 2 + 2 × 3 + etc. + kയുടെ ടേമും കൂടി എഴുതുക. k × k+1 പ്ലസ് അടുത്ത ടേം എന്ത് വരും, k+1 × k+2 അല്ലേ, ഈക്വൽ ടു ഇത്രയും വരെയുള്ള ടേമിന് പകരം നമുക്ക് ഇക്വേഷൻ നമ്പർ 1 അനുസരിച്ച് എന്ത് കൊടുക്കാം, k × k+1 × k+2 ഡിവൈഡഡ് ബൈ 3 എന്ന് കൊടുക്കാം. പ്ലസ് നമ്മുടെ ലാസ്റ്റ് ടേം അതേപോലെ തന്നെ എഴുതുക, k+1 × k+2. ഞാൻ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, 3 നമുക്ക് LCM ആയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യുകയാണേ, ഇതിന് നമുക്ക് വെറുതെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. ഇനി എന്ത് ചെയ്യാം, k+1ഉം k+2 ഇവിടെ കോമൺ ആയിട്ടുണ്ട്, അത് നമ്മൾ പുറത്തേക്ക് എടുത്തു, k+1 × k+2. ബാക്കി ഇവിടെ എന്താ ഉള്ളത്, k
ഇവിടെ എന്താണുള്ളത് +3 ഡിവൈഡഡ് ബൈ 3. നമ്മുടെ റിസൾട്ട് വന്നില്ലേ നോക്ക് k+1. പിന്നെ നെക്സ്റ്റ് 2 ടേമിൽ n ആണെങ്കിൽ n+1 n+2/3. ഇവിടെ k+1 ആണെങ്കിൽ k+2 k+3. ഇതിന് വേണമെങ്കിൽ നമുക്ക് മറ്റേ രീതിയിൽ എഴുതാം കേട്ടോ. k+1 k+2 എങ്ങനെ എഴുതാം k+1 +1 അപ്പോൾ k+2 ആണല്ലോ. k+3 എങ്ങനെ എഴുതാം k+1 +2 അങ്ങനെ വേണമെങ്കിൽ എഴുതാം ഡിവൈഡഡ് ബൈ 3. ഹെൻസ് അപ്പോൾ എന്ത് പറയാം therefore p of k+1 ട്രൂ ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. ഹെൻസ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് n. അപ്പോൾ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് എഴുതണം. അപ്പോൾ ഒരു പ്രാവശ്യം പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആണല്ലോ. എല്ലാ പ്രോബ്ലത്തിലും ആ സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്യുക. ഈ p of k+1 എന്നുള്ളത് നമ്മൾ ട്രൂ ചെയ്ത് കൊടുക്കുക. n = 1 എന്നുള്ളത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ k+1 ഉള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ചിലതൊക്കെ വളരെ ഈസി ആയിട്ട് കിട്ടും, ചിലത് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ്. പക്ഷേ റിസൾട്ട് നമ്മുടെ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരിക്കലും ഈ ചാപ്റ്റർ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ 6 ക്വസ്റ്റ്യനെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോകളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് കാണാം. താങ്ക്